റഷ്യ-യുക്രൈൻ യുദ്ധം വീണ്ടും രൂക്ഷമായി തുടരുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അതീവ കർശനമാക്കിയതായി റിപ്പോർട്ടുകൾ. പുടിന്റെ നീക്കങ്ങളിലും ഔദ്യോഗിക വസതികളിലും വധശ്രമ ഭീഷണികൾ നിലനിൽക്കുന്നതായി ക്രെംലിൻ ആശങ്കപ്പെടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ചോർന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. നോവ്ഗോറോഡ് മേഖലയിലെ പുടിന്റെ സ്വകാര്യ വസതിക്ക് സമീപം യുക്രൈൻ ആക്രമണത്തിന് ശ്രമിച്ചുവെന്ന അവകാശവാദങ്ങൾക്ക് പിന്നാലെയാണ് സുരക്ഷാ നടപടികൾ ശക്തമാക്കിയത്. എന്നാൽ പുടിനെ നേരിട്ട് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ നടന്നുവെന്ന വാർത്തകൾ US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും കീവും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ ഇതുവരെ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. സുരക്ഷാ ഏജൻസികൾ ഭീഷണികൾ പുനർമൂല്യനിർണ്ണയം ചെയ്യുന്നതിനാൽ മോസ്കോ ഓംബ്ലാസ്റ്റ്, നോവ്ഗോറോഡ് ഓംബ്ലാസ്റ്റിലെ വാൾദായ് എന്നിവിടങ്ങളിലെ വസതികളിലേക്കുള്ള സന്ദർശനം പുടിൻ ഗണ്യമായി കുറച്ചതായാണ് ലഭിക്കുന്ന സൂചന. യുക്രൈനിൽ നിന്നുള്ള ദീർഘദൂര ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് റഷ്യയുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിനിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിസംബറിൽ നടന്ന ലഫ്റ്റനന്റ് ജനറൽ ഫാനിൽ സവറോവിന്റെ കൊലപാതകം ക്രെംലിന്റെ ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാറിനടിയിൽ വെച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചാണ് മുതിർന്ന റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥനായ സവറോവ് കൊല്ലപ്പെട്ടത്. ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്നാണ് റഷ്യൻ അധികൃതർ വിശേഷിപ്പിച്ചത്. പുടിന്റെ വസതിക്ക് നേരെയുണ്ടായ ഭീഷണിയും സവറോവിന്റെ വധവും കൂടി ചേർന്നതോടെ റഷ്യൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂടുതൽ അപകട സാധ്യതയിലാണെന്ന വിലയിരുത്തലിലാണ് സുരക്ഷാ വിദഗ്ധർ. പുതിയ മുൻകരുതലുകളുടെ ഭാഗമായി പുടിനെ കാണാനെത്തുന്നവർക്ക് കർശനമായ സ്ക്രീനിംഗ് നടപടികൾ ഏർപ്പെടുത്തി. നിരീക്ഷണം ശക്തമാക്കുകയും ഔദ്യോഗിക വസതികൾക്കും യാത്രാപാതകൾക്കും ചുറ്റും ഡ്രോൺ വിരുദ്ധ സംരക്ഷണം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ പുടിൻ പൊതുപരിപാടികളിലും അനാവശ്യ യാത്രകളിലും വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. പുടിന്റെ സുരക്ഷാ ചുമതലയുള്ള ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസിലെ ഉദ്യോഗസ്ഥർക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇവർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. യുക്രൈന്റെ ഭാഗത്തു നിന്നുള്ള ഭീകരവാദ ഭീഷണികളും ദീർഘദൂര പ്രഹരശേഷിയും കണക്കിലെടുത്താണ് സുരക്ഷ വർദ്ധിപ്പിച്ചതെന്ന് ക്രെംലിൻ വക്താവ് ഡിമിട്രി പെസ്കോവ് സമ്മതിച്ചിട്ടുണ്ട്. യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ക്രെംലിനുള്ളിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചു വരികയാണെന്ന് ഇതിലൂടെ പുറം ലോകത്ത് വ്യക്തമാകുന്നുമുണ്ട്. റഷ്യ-യുക്രൈൻ സമാധാന പ്രതീക്ഷകൾക്കിടെ വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും ആക്രമണങ്ങൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ച വെടിനിർത്തലിന് പിന്നാലെ ചൊവ്വാഴ്ച രാത്രി റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ യുക്രൈനിൽ സാധാരണക്കാർ ഉൾപ്പെടെ 27ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. 120ഓളം പേർക്ക് പരിക്കേറ്റതായി യുക്രൈൻ ആഭ്യന്തരമന്ത്രി ഇഹോർ ക്ലിമെങ്കോ പറഞ്ഞു. 120ഓളം ഡ്രോണുകളും 3 മിസൈലുകളും തങ്ങൾക്ക് നേരെ പ്രയോഗിച്ചതായും മന്ത്രി വിശദീകരിച്ചു. ഇരു രാജ്യങ്ങളും സ്വന്തം നിലയിൽ ഹ്രസ്വകാല വെടിനിർത്തൽ പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്കുള്ളിലാണ് ലംഘനവുമുണ്ടായത്. രണ്ടാം ലോക യുദ്ധത്തിന്റെ വിജയദിനത്തോടനുബന്ധിച്ച് മെയ് 8, 9 തീയതികളിലായി വെടിനിർത്തുന്നതിനായി റഷ്യയാണ് ആദ്യം പ്രഖ്യാപനം നടത്തിയത്. ശനിയാഴ്ച നടക്കുന്ന ആഘോഷ പരിപാടികൾ സമാധാനപരമായി നടത്തുന്നതിനാണ് വെടിനിർത്തലെന്നും യുക്രൈൻ ഇത് പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റഷ്യ പറഞ്ഞിരുന്നു. അതിനു മറുപടിയായി മെയ് 5, 6 തീയതികളിൽ സ്വന്തം നിലയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അറിയിച്ചിരുന്നു. അതേസമയം റഷ്യൻ മേഖലയിലേക്ക് യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഡ്രോൺ മിസൈൽ ആക്രമണമെന്ന് റഷ്യ വ്യക്തമാക്കി. ക്രിമിയയിലെ സാൻകോയിൽ യുക്രൈന്റെ ഡ്രോണുകൾ പതിച്ച് 5 പേർ കൊല്ലപ്പെട്ടതായി റഷ്യൻ ഗവർണർ സെർജി അക്സിനോവും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.